സോ ഗൈസ് ഇതാണ് നമ്മുടെ ഹോണ്ട സിറ്റി. സോ ഈ ഒരു ആംഗിൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട ആവശ്യമില്ല. പക്ഷെ ഈ വണ്ടി ഒരു ഡീസൽ 6 ഗിയർ മാനുവൽ ട്രാൻസ്മിഷനിൽ വരുന്ന ഒരു കാറാണ്. ഓക്കെ, സോ ഗൈസ് വിത്ത് 6 ഗിയർ ആൻഡ് ഇതിൻ്റെ ഇൻറ്റീരിയർ ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഓക്കെ, സോ വണ്ടി അത്യാവശ്യം പഴയ മോഡലാണ്, ബട്ട് പക്ക കണ്ടീഷൻ നീറ്റാണ്. ഓക്കെ, സോ മൈലേജും പെർഫോമൻസും അതുകൊണ്ട് അപ്പുറത്തൊരു ഐ20 കിടപ്പുണ്ട്. ആ സെയിം സംഭവം തന്നെയാണ് ഇവന്. ഓക്കെ, എർത്ത് ഡ്രീംസ് ടെക്നോളജിയുടെ ഒരു ഐ ടെക് എഞ്ചിനാണ്. 1.5 ലിറ്ററിൻ്റെ ഒരു ഡീസൽ എഞ്ചിൻ. ഓക്കെ, സോ എന്നാലും നല്ല പെർഫോമൻസ്, നല്ല മൈലേജ്, നല്ല കംഫോർട്ട് ഒക്കെ തരുന്ന ഒരു കാറാണ്. ആൻഡ് ഈ കിടക്കുന്ന മുതലും അതൊക്കെ തന്നെയാണ്. സോ ജസ്റ്റ് ഇതൊന്ന് ഓടിച്ചൊന്ന് കാണിക്കാം. ആക്സലറേഷൻ കാണിക്കാനുള്ള റോഡ് ഇവിടെ ഇല്ല. സോ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒരു ഡ്രൈവ് ചെയ്യുമ്പോൾ റോ ക്ലിപ്പ് കാണിച്ചു തരാം. സോ യാ, വണ്ടി ഞാൻ ഗിയറിലായിരുന്നു ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അമ്പോ ഇച്ചിരി ഷിവറിങ് ഉണ്ട്. സോ ഡീസൽ ആയതുകൊണ്ടാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് ഗിയർ, ഹാൻഡ് ബ്രേക്ക്, ഹാഫ് ക്ലച്ചിൽ കൊണ്ടുവന്നിട്ടൊന്ന് എടുക്കാം ഗൈസ്. ബാക്കിലൊരു മതിലുണ്ട്. സോ മതിലിൽ പോയി ചാമ്പണ്ട. ഓ മൈ ഗോഡ്, ഓഹോ ഓ, നല്ല സ്മൂത്താണ്. ഓക്കെ, നല്ല സ്മൂത്തുമാണ്. ഓടിച്ച് നമുക്ക് കൊണ്ട് നടക്കാനൊക്കെ ഭയങ്കര രസമാണ് ഈ ഒരു വണ്ടി. ഓക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിന്റെ ഗിയർ നോബിന് ചെറിയൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. സോ അതെന്താണെന്ന് എനിക്കറിയത്തില്ല. ഹോണ്ട സിറ്റി യൂസ് ചെയ്യുന്ന ആൾക്കാർ അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ സെൻസർ എനിക്ക് ഇഷ്ടമല്ലാത്തത്, പക്ഷെ അല്ലാത്ത രീതിയിൽ വണ്ടി പക്ക. ഓക്കെ, ലോങ് ഓടിക്കാനും ഒക്കെ. ഞാനിപ്പോൾ ഓൾറെഡി 2 ടൈംസ് ഈ വണ്ടി ലോങ് ഓടിച്ചായിരുന്നു. ആൻഡ് ഇപ്പം ട്രിവാൻഡ്രം വരെ ജസ്റ്റ് ഒന്ന് ഈ വണ്ടി കൊണ്ട് ഒന്നും കൂടെ പോവാണ്. സോ അതിനാണ് ഇപ്പം ഞാൻ വന്ന് എടുത്തത്. ആൻഡ് ഈ കിടക്കുന്ന ഐ20 വാസ് ഓൾസോ ഗുഡ് ഗൈസ്. അതിന്റെ വീഡിയോ ഞാനന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് ആ ഒരു വണ്ടിയും. വണ്ടി ഫസ്റ്റ് ഗിയറിൽ തന്നെ നല്ലൊരു ഒരു ചാട്ടമില്ല. പക്ഷെ ആ ഐ20ക്ക് ഒരു ചാട്ടം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ വണ്ടിക്ക് ആ ഒരു ഇഷ്യൂ ഇല്ല കേട്ടോ. ഓരോ ഗിയറിൽ നല്ല ചെറിയ ചെറിയ ഗിയറുകളിൽ നോർമലി പെട്രോൾ കാറുകൾ കുറച്ച് ചാട്ടം കാണിക്കും. സോ അത് ഒരു സാധാരണ കാര്യമാണ്. സോ ഡീസൽ വണ്ടി അങ്ങനെ കാണിക്കേണ്ട കാര്യമില്ല. സോ ഞാൻ മേ ബി ഇനോവ ഡെയിലി ഓടിക്കുന്ന ആ ഒരു ദിവസമായിരിക്കാം എനിക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ ഈ വണ്ടി ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് കിടക്കുന്നത്. നല്ലൊരു ഒരു ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്തിട്ട് ചവിട്ടിയാലും ജസ്റ്റ് ഒരു ഒരു കുടച്ചിലില്ലാതെ വണ്ടി പോകും. ഓക്കെ, ആൻഡ് ഇതിന്റെ ബ്രേക്ക് ഒരു ലേശം ടൈറ്റ് ആണ്. സോ അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടുമ്പോൾ വണ്ടി കുത്തി നിൽക്കും. അത് കുറച്ച് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഇങ്ങനെ ലയിച്ച് ചവിട്ടാനേ പറ്റുള്ളൂ. ഇവിടുത്തെ റോഡ് നല്ല രസവും കൂടെ ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട. യാ, സോ എന്തായാലും ഈ വണ്ടി എനിക്ക് അത്യാവശ്യം ഇഷ്ടപ്പെട്ടു. ഞാൻ ഐ20 ഓടിച്ചിട്ട് ഞാൻ ഇത് ഓടിച്ചപ്പോൾ എനിക്കെന്തോ എന്താ പറയുക, ആ വണ്ടി നമുക്ക് പെട്ടെന്ന് സിഗ്നലൊക്കെ നിർത്തിയിട്ട് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ ആക്സിലേറ്റർ ചവിട്ടി എടുക്കുക അല്ലെങ്കിൽ ക്ലച്ച് വിട്ട് എടുക്കുന്ന ടൈമിൽ നമുക്ക് നല്ലൊരു ചാട്ടം വണ്ടി കാണിക്കും പൊതുവെ. സോ ഈ ഒരു വണ്ടിയിൽ ആ ഒരു ഇത് കണ്ടില്ല. ഓക്കെ, നല്ല സ്മൂത്ത് ആയിട്ടാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് തേർഡ് ആക്കുവാണെങ്കിൽ ഓരോ ഗിയറിലും നല്ല സ്മൂത്ത് ആണ്. സോ എന്തായാലും ഇവിടെ നിന്ന് മെയിൻ റോഡാണ്. യാ, ഇത്ര പറയാൻ ഉദ്ദേശിച്ചുള്ളൂ ഗൈസ്. അപ്പോൾ ഓടിക്കോ ഇങ്ങോട്ട്.